ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എങ്ങനെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാങ്കിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ടാലിയിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ജേണൽ എൻട്രി പാസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്ത് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നിന്നും എക്സൽ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽ എൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു കമ്പനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ലെഡ്ജർ എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ ലെഡ്ജർ. ഓക്കെ, ബാങ്കിൻ്റെ ലെഡ്ജർ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ICICI ബാങ്ക് കണ്ടോ, ഇവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് അത് എടുത്തുന്നു. അവിടെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ബാങ്കിൻ്റെ നെയിം ഇവിടെ ICICI ബാങ്ക് ഇന്ത്യ എന്നുള്ള ഓൾറെഡി എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അതിനുശേഷം ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണം കേട്ടോ. ഓക്കെ, അത്ര ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി ബാക്കോട്ടേക്ക് വരിക. ഓക്കെ, ഇനി നമ്മളിവിടെ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കേണ്ടത് അതെടുത്തു. ബാങ്കിൻ്റെ ലെഡ്ജർ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ, അത് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഫയലിൻ്റെ പാത്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ ഓൾറെഡി പേജ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അവിടെ കൊടുക്കുന്നു. അതിലുള്ള ഫയലാണ്. ഓക്കെ, ഈ ഒരു ഫയലാണ് എൻ്റെ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഡു യു വോണ്ട് ടു ഇമ്പോർട്ട് അഗെയിൻ? ഓക്കെ, അപ്പം റീഡ് ചെയ്തിട്ട് ഡാറ്റ ഇവിടെ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് നോക്കാം, ഒരു സീരിയൽ നമ്പർ, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സി, ഇൻസ്ട്രുമെൻറ്റ് നമ്പർ, വിഡ്രോവൽ, ഡിപ്പോസിറ്റ്, ബാലൻസ് എല്ലാം ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ആ ഫയൽ എന്ത് ചെയ്തു, 277 എൻട്രി ഉള്ള ഫയൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ബാങ്ക് റിക്കൺസിലേഷൻ സമ്മറി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും 277 എൻട്രിയാണ് വന്നിട്ടുള്ളത്. ബാങ്കിൻ്റെ ബാലൻസ് 256 രൂപ 19 പൈസയാണ്. 91 ഡെപ്പോസിറ്റ് എൻട്രിയും 186 വിഡ്രോവൽ എൻട്രിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഓരോ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ ജേണൽ എൻട്രി പാസ് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ പുതിയ വേർഷൻ 6 നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് സാലറികൾ കാണുന്നുണ്ട് അല്ലേ. അപ്പം എനിക്ക് ഈ കമ്പനി സാലറി കൊടുത്തതായിരിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സാലറി കൊടുത്തതെല്ലാം സാലറി എന്നുള്ള ലെഡ്ജറിലേക്കാണല്ലോ എനിക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ അപ്ലൈ ഫിൽറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഞാനിവിടെ സാലറി എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്താൽ ഈ സാലറി എന്നുള്ള പെർട്ടിക്കുലേഴ്സിൽ സാലറി ഉള്ളതെല്ലാം എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. അത് ഞാൻ എന്ത് ചെയ്തു, മുഴുവൻ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്തു, മുഴുവൻ സെലക്ട് ചെയ്യുന്നു. അത് ടോട്ടൽ 40 എൻട്രി ഉണ്ട്. അത് സെലക്ട് ചെയ്തു. എന്നിട്ട് ക്രിയേറ്റ് വൗച്ചർ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ എല്ലാ എൻട്രികളും നമുക്ക് വേണ്ടത് എങ്ങോട്ടേക്കാണ്, ഒരു കോമൺ ലെഡ്ജറിലേക്ക്, സാലറി എന്നുള്ള ലെഡ്ജറിലേക്ക്. അപ്പോൾ എനിക്ക് ഇവിടെ കോമൺ ലെഡ്ജർ ചൂസ് ചെയ്യാം. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലെഡ്ജർ ഓരോരോ എൻട്രികൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഫോർ എക്സാമ്പിൾ ഇത് സാലറിയാണ്, സാലറി കൊടുക്കാം. റെൻറ്റ് കൊടുത്താൽ റെൻറ്റിലേക്ക് കൊടുക്കാം. എന്തെങ്കിലും കമ്മീഷൻ കൊടുത്താൽ കമ്മീഷൻ എക്സ്പെൻസിലേക്ക് എന്ത് ചെയ്യും, ഇവിടെ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, എനിക്ക് ഇത് എല്ലാം സാലറിയിലേക്കാണ് പോകേണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കോമൺ ലെഡ്ജർ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ആ ലെഡ്ജർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് Alt+C പ്രസ് ചെയ്താൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സാലറി അല്ലേ, സാലറി എന്നുള്ള ലെഡ്ജറാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അണ്ടറിലാണ് അത് വരുന്നത്. ജസ്റ്റ് ബാക്കി Ctrl+A സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ചെയ്ത സമയത്ത് തന്നെ ഈ എല്ലാ ലെഡ്ജറുകളും എന്തായി, ഈ സാലറിയുടെ അണ്ടറിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചിട്ട് ഇങ്ങനെ പോയാൽ ഓക്കെ ആക്സെപ്റ്റ് ചെയ്യുക, യെസ് കൊടുക്കുക. എന്നിട്ട് മാർക്ക് ആസ് റെഗുലർ ആൻഡ് റിക്കൺസൈൽ. ഓക്കെ, എന്നാൽ എന്ത് ചെയ്യും, ഈ ഇപ്പോൾ ഉള്ള എല്ലാ എൻട്രികളും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് കയറും. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ഒന്ന് ബാക്കോട്ട് വരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുന്നു. ഇവിടെ ഉണ്ട് സാലറി, എല്ലാ സാലറി ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സാലറി മാത്രമല്ല, സാലറിയുടെ ബാങ്ക്, അതുപോലെ സാലറി ലെഡ്ജർ, നരേഷനിൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലേഴ്സിലുള്ള അതെല്ലാം ഇൻക്ലൂഡിങ് കയറി. ഇൻസ്ട്രുമെൻറ്റ് നമ്പർ ഉണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് നമ്പർ ഇൻക്ലൂഡിങ് കയറും. ഓക്കെ, വീണ്ടും ആ ഒരു പാർട്ടിലേക്ക് തന്നെ പോകാം. അതിന് വേണ്ടത് ബാങ്കിങ് അല്ലേ. ബാങ്കിങ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാങ്കിങ് ആക്ടിവിറ്റീസ്. ഓക്കെ, നേരത്തെ 277 ഉണ്ടായിരുന്നു, ഇപ്പോൾ 181 ആയിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് സാലറിയുടെ എൻട്രി ഇട്ടല്ലോ. ഓക്കെ, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം.
ഇനി ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ടിസോ എന്നൊരു പാർട്ടിയുടെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് കിട്ടിയതായിട്ട് നമുക്ക് റിസീപ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് അവരുടെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് വെക്കാം. ടിസോ എന്ന് ഫിൽറ്റർ ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ അപ്പോൾ ടിസോയുടെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യാം, എനിക്ക് അത് കംപ്ലീറ്റ് ഞാൻ എന്ത് ചെയ്തു സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ടു എന്ത് ചെയ്തു എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് വൗച്ചർ ലെഡ്ജർ നെയിം എനിക്ക് കോമൺ ലെഡ്ജർ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കോമൺ കൊടുക്കുന്നു. അവിടെ Alt+C പ്രസ് ചെയ്തിട്ട് ടിസോ എന്ന് പറഞ്ഞിട്ടൊരു ലെഡ്ജർ ഉണ്ടാക്കി. അവർ നമ്മുടെ ഡെപ്റ്ററാണ്, ഡെപ്റ്റർ കൊടുത്തു Ctrl+A. ഓക്കെ, അപ്പോൾ എന്തായി എല്ലാം ടിസോയിലേക്ക് വന്നു. ഇനി Ctrl+A കൊടുത്താൽ മതി. എന്നിട്ട് മാർക്ക് ആസ് റെഗുലർ കൊടുക്കുക, യെസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക അത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ബാലൻസ് ഷീറ്റ് പോകുന്നു. ഇവിടെ സൺഡ്രി ഡെപ്റ്റേഴ്സിൽ കണ്ടോ ഈ ടിസോയുടെ എല്ലാ എൻട്രികളും ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക നമുക്ക് ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന രീതി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.